രണ്ട് BJP മുഖ്യമന്ത്രിമാരുടെ കസേരയിളകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അത് കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ വെല്ലുവിളിയിൽ ആഴ്ത്തുകയാണ്. അത് ഏതൊക്കെ സംസ്ഥാനത്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ BJP നേതൃത്വത്തിന് അറിയാവുന്നതാണ്. ബീഹാറിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ജയിച്ചു വന്ന MLA-മാരെ മറുകണ്ഠം ചാടിച്ചത് പോലും ആ ഒരു ഉദ്ദേശത്തോടെയാണ്. ഏതെങ്കിലും സംസ്ഥാനത്ത് അവരുടെ ഭരണത്തിന് പ്രതിസന്ധി ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം വന്നാൽ ആ സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം അറ്റകൈ പ്രയോഗമാണ് നടത്തുന്നത്. നേരത്തെ അജിത് പവാറിനെതിരെ ED-യും കസ്റ്റംസുമൊക്കെ റെയ്ഡ് നടത്തുകയും അന്വേഷണവുമായി മുന്നോട്ടു പോവുകയും ചെയ്ത ഒരു കാലഘട്ടം നമുക്കറിയാം. ഏക്നാഥ് ഷിൻഡെ ശിവസേന പിടിച്ചെടുത്താലും ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാൻ ഉദ്ധവ് താക്കറിനെതിരെ ശിവസേന നേതാവ് വന്നാലും ഉദ്ധവിനറിയാം എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നും ഷിൻഡെയുടെ നീക്കങ്ങളെ എങ്ങനെ പൊളിക്കണമെന്നും. രണ്ടിടത്ത് BJP നേതൃത്വത്തിന് തികഞ്ഞ തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ട് വരുമ്പോൾ അത് വ്യാകുലപ്പെടുത്തുന്നത് ദേശീയ നേതൃത്വത്തെ തന്നെയാണ്. ആസാമിൽ അധികാര തുടർച്ച ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുകയാണ്. അധികാര നഷ്ടമുണ്ടാകാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനം എന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ അത് മഹാരാഷ്ട്രയെ തന്നെയെന്ന് പറയാൻ കഴിയും. ഇതാണ് നിലവിൽ BJP-യെ പിടിച്ചുകുലുക്കുന്ന സംഭവങ്ങൾ.